ആദായനികുതി വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കാൻ ഉദ്യോഗസ്ഥർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആദായനികുതിയെക്കുറിച്ചും വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ എറണാകുളം ചെല്ലാനത്തെ പുത്തൻകോട് സർക്കാർ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ചെല്ലാനം പുത്തൻതോട് സർക്കാർ ഹൈസ്കൂളിലേക്ക് ഇൻകം ടാക്സ് വാഹനങ്ങൾ പാഞ്ഞെത്തി. അധ്യാപകരുടെയും കുട്ടികളുടെയും കണ്ണുകളിൽ അമ്പരപ്പ് ആശ്വാസത്തിന് വഴിമാറിയത് പെട്ടെന്നായിരുന്നു. കൊച്ചി ഇൻകം ടാക്സ് TDS വിഭാഗത്തിലെ 24 ഉദ്യോഗസ്ഥർ ഈ സ്കൂളിലേക്ക് വരാനൊരു കാരണമുണ്ട്. സാധാരണ നിങ്ങൾ നോക്കിയിട്ട് ഈ സ്കൂൾ സിലബസിലൊക്കെ ഇൻകം ടാക്സിനെ കുറിച്ചും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനെ കുറിച്ചും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അതിനെക്കുറിച്ചൊന്നും എന്താ പറയുന്നത് കൂടുതൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനും അറിയാനും അതിനുള്ളൊരു സ്കോപ്പില്ല. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടെ ഞങ്ങൾ ഫ്യൂച്ചർ ടാക്സ് പേയേഴ്സ് സിറ്റിസൺസ് ഞങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അവയർനെസ്, ബേസിക്കലി ടാക്സ് അവയർനെസ്സും പിന്നെ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് ഞങ്ങളിന്നിവിടെ ചെയ്യുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വരവിൽ കുട്ടികളും ഹാപ്പി, അധ്യാപകരും ഹാപ്പി. 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഏതാണ്ട് 100 കുട്ടികളെ വെച്ചിട്ടാണ് ഇന്ന് അവരൊരു പ്രോഗ്രാം നടത്തിയത്. കുട്ടികൾ വിവിധങ്ങളായ കലാപരിപാടികളും അതുപോലെ തന്നെ രചനാ മത്സരങ്ങളും, ചിത്രരചന അതുപോലെ കഥാരചന, രചനാ മത്സരങ്ങളിലുമൊക്കെ പങ്കെടുത്തു. നടത്തുന്ന മത്സരങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു പ്രതിഭയെ തെളിയിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു. അവരുടെ ഒരു ചിന്താശേഷിയൊക്കെ ഉണർത്താൻ കഴിയുന്ന രീതിയിലുള്ള അങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടത്തി അങ്ങനെ പ്രതിഭകളെയൊക്കെ കണ്ടെത്തി. ഏതായാലും കുട്ടികൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ? ഇന്ന് വളരെ ഹാപ്പിയായിരുന്നു. എന്താണ് ഇൻകം ടാക്സ്? എന്തിനാണ് ഇൻകം ടാക്സ്? ഓരോ വിവരവും ഉദ്യോഗസ്ഥർ അധ്യാപകരെ പോലെ കുട്ടികൾക്ക് പകർന്നു നൽകി. ടാക്സ് പിടിക്കും, ആ കാശായിരിക്കും ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത് ഗവൺമെന്റ്. മനസ്സിലായോ? ആ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇല്ലേ സർ? അങ്ങനെ ടാക്സ് ഒക്കെ പിടിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഇത്ര രസകരമായ മത്സരങ്ങൾ ഒരുക്കി തന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും വിദ്യാർത്ഥിയുടെ പേരിലും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നല്ലൊരു എൻ്റർടൈനിങ് കിട്ടി. കാരണം സാധാരണ ദിവസങ്ങളിൽ നമ്മൾ വന്നതിനേക്കാളും കുറച്ചും കൂടി കുറച്ച് ഗെയിംസും എല്ലാം കൂടി ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് വരാൻ വേണ്ടി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സമ്മാനത്തിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, അത് ആർക്കാണ് കിട്ടണമെന്നുള്ളതിൻ്റെ ഒരു ഇത്. പിന്നെ ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റി ഇന്നത്തെ ദിവസം. സ്കൂളിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും നൽകിയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24.